ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി, 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 മുത്തശ്ശി. നിന്റെ വിവാഹം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലെ അച്ഛൻ. ഒരു പെണ്ണിനെ നിന്റെ അച്ഛനും എനിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുക, അവളെ വിവാഹം കഴിക്കാന്ന് നീ സമ്മതിക്കുക. ദേ, ഇതൊക്കെ ഈ വീട്ടിലാ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നേയില്ല. ഒരു പുസ്തകത്തിന്റെ പേരും പറഞ്ഞ് എനിക്ക് തർക്കിക്കേണ്ടി വന്ന പെണ്ണാ. പുസ്തകം തിരിച്ചു തന്നില്ലെങ്കിൽ അവളെ വിടില്ലെന്ന് വരെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. അതൊക്കെ നീ പെണ്ണ് കാണാൻ പോയ പെണ്ണ് ദേവികന്നറിയാതെയല്ലേ? അതെ. ആ സമയത്ത് അച്ഛൻ വന്ന് ഇടപെട്ട് പെണ്ണിനെ പരിചയപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവളുടെ കരണം പൊളിച്ചേനെ. എന്റെ ദേവി, അങ്ങനെയൊന്നും സംഭവിക്കാത്തത് എന്റെ പ്രാർത്ഥന മൂലമായിരിക്കാം. ആയിരിക്കും. അന്ന് ദേവികയോട് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുമുമ്പ് വിക്രമിനോടൊപ്പം വർഷ ഇവിടെ വന്നു. വർഷയെ കണ്ടപ്പോ ദേവിക മുന്നിലുള്ള കാര്യം മറന്ന് അവളെ അവഗണിച്ച് വർഷയോട് പോയി സംസാരിച്ചു. കണ്ടുകൊണ്ടുവന്ന വിക്രമും ഞാനും അച്ഛനും തമ്മിലായി പിന്നീടുള്ള പ്രശ്നമൊക്കെ. ഇതൊക്കെ നീ വീണ്ടും വീണ്ടും ഓർക്കുന്നത് എന്തിനാ മോനെ? അല്ല, പുസ്തകത്തെ ചൊല്ലിയുള്ള ഉടക്കും പിന്നെ വർഷയെ കണ്ടപ്പോ ദേവികയെ മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റ് പോയതൊക്കെ ദേവികയ്ക്ക് ദേഷ്യം തോന്നിപ്പിച്ച് കാണും. അതറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ദേവിക ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്നാണോ നീ ആഗ്രഹിച്ചത്? ആണോ? നീ അമ്മയോട് സത്യം പറ മോനെ. അമ്മയോട് ഞാൻ സത്യം പറയാം. വർഷയെ വീണ്ടും കണ്ടപ്പോ മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ടായി. ദേവിക എന്നെ വെറുതെ പിന്മാറിയിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചുപോയി. പക്ഷേ ദേവിക വീണ്ടും എന്നെ കാണാൻ വന്നു. വർഷയോട് ഞാൻ പ്രണയത്തിലായിരുന്നെന്ന സത്യം ഞാൻ തുറന്നു പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അവൾ എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ എനിക്ക് ദേവിക 100 മാർക്കും തന്നു. വിവാഹത്തിന് സമ്മതിച്ചു. അമ്മ എന്തിനാ കരയുന്നേ? എനിക്കിപ്പോ വല്ലാത്ത ഭയം തോന്നുന്നു മോനെ. നിന്റെ മനസ്സിന് ഇപ്പോഴും ചാഞ്ചാട്ടമുണ്ട്. അങ്ങനെ വന്ന പിന്നെ ഞാനും നിന്റെ അച്ഛനും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല. ശ്യാമേ, അതേ, ഞാൻ ദേവികയുടെ അച്ഛനായിട്ട് സംസാരിച്ചിട്ടാ വരുന്നേ. ഇടാ, ദേവിയക്ക് നിന്നെ കുറിച്ച് ഭയങ്കര അഭിപ്രായ. അവളുടെ സങ്കല്പത്തിലുള്ള പയ്യൻ ശ്യാമാണെന്ന് അവൾ അടിവരയിട്ട് പറഞ്ഞേക്ക. എന്താ, അമ്മയ്ക്ക് സന്തോഷായില്ലേ? എന്താടാ, നിനക്കിനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല ചാ. ദേവിക അവളുടെ അച്ഛനോട് ഈ അഭിപ്രായം പറഞ്ഞെങ്കിൽ എനിക്കിനി വേറൊന്നും ആലോചിക്കാനില്ല. പരിപൂർണ സമ്മതം. നമ്മുടെ മോൻ ആകെ മാറിപ്പോയി. അവൻ നമ്മുടെ സങ്കല്പത്തിലുള്ള ജീവിതത്തിലേക്ക് വന്നിരിക്കുക. ഇപ്പോ അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും നിനക്കാ സംഗീതം. നീ എന്നെ തോൽപ്പിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുക നീയായിരുന്നു ശരിയെന്ന്.
എന്റെ പുണ്യമാണ് നീ. മുത്തശ്ശി 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 ആ മാനത്തെ കൊട്ടാ